സലാം മുജീബ് സാഹിബ്, ഇവിടെ ഇപ്പോൾ ഇയാൾ പറഞ്ഞു വെച്ച കാര്യം തന്നെ ശ്രദ്ധിക്കുക. പറഞ്ഞു വെച്ച കാര്യട്ടാ. ഇയാൾ പറഞ്ഞെന്താ വെച്ചാൽ ഈ ഇബാദത്ത് എന്താന്ന് എല്ലാ മുസ്ലിങ്ങളും അറിയണം. അത് പണ്ഡിതരുടെ ബാധ്യതയല്ല എന്നാണ്. പണ്ഡിതൻ അറിയേണ്ട നിർബന്ധമൊന്നുമില്ല. അതായത് ഇബാദത്ത് എന്താണെന്ന് ആരാണ് അറിയേണ്ടത്? മുസ്ലിം. അത് ശരിയാണെന്നല്ല, മുസ്ലിങ്ങൾക്ക് ഇത് അറിയുകയും ചെയ്യാം എന്താണ് ഇബാദത്ത് എന്ന് മുസ്ലിങ്ങൾക്ക് അറിയാം. പക്ഷെ പണ്ഡിതന്റെ ബാധ്യത അല്ല എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഇയാളും പണ്ഡിതനാണ്, ഇയാൾക്ക് വാസ്തവത്തിൽ അത് അറിയില്ല എന്നത് അയാളുടെ വാദഗതിയിൽ നിന്ന് തന്നെ വ്യക്തമാവും എന്നുള്ളതാണ്. പറഞ്ഞുതരാം. ഇപ്പം ഇയാൾ പറഞ്ഞ തന്നെ ഇബാദത്ത് സമം ആരാധന അങ്ങനെ പഠിപ്പിച്ചതാണ് പ്രശ്നം. തീർച്ചയായിട്ടും അതെ, ഇബാദത്ത് ആരാധന എന്ന് പഠിപ്പിച്ചത് തന്നെ പ്രശ്നം. ഇബാദത്ത് എന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞത് ഒരു നിസ്കാരത്തിൽ, അതായത് 5 വക്ത് നിസ്കാരത്തിൽ ചുരുങ്ങിയത് 17 പ്രാവശ്യം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് ആര് പണ്ഡിതനും, അതായത് നിസ്കാരത്തിന് ഇമാമ നിൽക്കുന്ന സുന്നി ആയിക്കോട്ടെ, ഷിയ ആയിക്കോട്ടെ, സലഫി ആയിക്കോട്ടെ, അങ്ങനെ ഏത് സംഘടനയിലുള്ള അവർ കൂലിക്ക് നിസ്കരിക്കുന്നുണ്ടല്ലോ, കൂലി അവർക്ക് കിട്ടുന്നുണ്ട്. കൂലി നിർത്തുകയാണെങ്കിൽ ആരെങ്കിലും നിസ്കാരത്തിന് ഇമാമ വെക്കും. അപ്പോൾ പണ്ഡിതന് വേണ്ടത് കാശാ, പൈസ മതി പണ്ഡിതന്. അല്ലാണ്ട് എന്താണ് ഇബാദത്ത് എന്നൊന്നും അറിയേണ്ട ബാധ്യത അവർക്കില്ല, ഓരോ മുസ്ലിമിനും ഉണ്ട് എന്നുള്ള. മുസ്ലിമിനും അറിയാം എന്താ ഇബാദത്ത്. ഇബാദത്ത് എന്ന് വെച്ചാൽ വാസ്തവത്തിൽ ഇയ്യാക നഅ്ബുദു, ഇയ്യാക നഅ്ബുദു എന്ന് വെച്ചാൽ എന്താ? ഇയ്യാക എന്ന് വെച്ചാൽ ഏകവചനാണ്. നഅ്ബുദു എന്ന് വെച്ചാൽ അത് ബഹുവചന. ഞങ്ങൾ അവിടെ എഴുതിണ്ട നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ്. വാസ്തവത്തിൽ ആരാധിക്കുന്നു എന്ന് അവരുടെ അർത്ഥമല്ല. ഇയ്യാക നിന്നെ, ഏകനാണ്. ഈ നിന്നെ എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവത്തിനെ അല്ലേ? ഇയ്യാക നിന്നെ, നാബുദു ഞങ്ങൾ വിധേയപ്പെടുന്നു. ഇതാണ് വിധേയത്വമാണ്. അത് ദൈവത്തിന് ഉള്ള വിധേയത്വം. അത് മുസ്ലിങ്ങൾ വിധേയപ്പെടുമ്പോഴാണ് മുസ്ലിം ആവുക, അല്ലാത്തവൻ മുസ്ലിം അല്ല. അപ്പം മുസ്ലിങ്ങളെ പഠിപ്പിക്കുക എന്നതാണ് ഓരോ സംഘടന. എന്തിന് ഇപ്പം അതൊന്ന് നോക്കുക, അവിടെ ക്ലബ് ഹൗസിലൊക്കെ വന്ന് നോക്കിയുള്ളത് എന്താണ്? വേദക്കാർ ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ക്രൈസ്തവ സഭ, അവരിപ്പോൾ ഇസ്ലാം പഠിപ്പിക്കാൻ ക്രൈസ്തവ സഭക്കാർ ആണോ? വേദക്കാർ ഇസ്ലാം പഠിപ്പിക്കുന്നു, അപ്പോസ്തലർ അപ്പോളജിസ്റ്റുകൾ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇവർ ഖുർആൻ പഠിപ്പിക്കലൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ അപ്പോളജിസ്റ്റുകൾ ആര്? ഒരു നിലവാരമില്ലാത്ത അച്ഛൻ കുഞ്ഞ്, ലീബ്രിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പള്ളിയിലച്ചന്മാരെന്നല്ല, ഒരു നിലവാരമില്ലാത്തത്. അവർ കുമ്പസരിക്കാൻ വാസ്തവത്തിൽ അവർ എന്താ പറയുക, പള്ളിയിലച്ചനേക്കാൾ വലിയ പള്ളിയിലച്ഛൻ്റെ അച്ഛനായിട്ടാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ഇനി അവർ എന്താ പഠിപ്പിക്കുന്നത്? അവരുടെ തന്നെ എടുത്ത് ആ വിഴുപ്പ് അവരെടുക്കില്ല. ഈ 39 എന്താ പറയുക, ഈ ബൈബിൾ പഴയ നിയമ ആ വൃത്തികേടുകളുണ്ടല്ലോ, അത് എന്താ പറയുക, അതെടുക്കില്ല. പഴയ നിയമം 39 ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, ഇനി പുതിയ നിയമം 17 അങ്ങനെ 66 പുസ്തകം ഉണ്ട് അവർക്ക്. അതൊന്നും അവർക്ക് ഒഴിവാക്കിയവർ. ഇനി അവരെന്താ എടുക്കുന്നത്? ഖുർആൻ. ഈ ഖുർആൻ അവർക്ക് എന്തറിയാം? ഖുർആൻ എന്താന്ന് തന്നെ അറിയില്ല. ഖുർആൻ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം വായിക്കപ്പെടേണ്ടത് ഇഖ്റ ഖുർആൻ എന്ന് വെച്ചാൽ വായിക്കപ്പെടേണ്ടത് വായിക്കുകയാണ്. ഇഖ്റ എന്ന് വെച്ചാൽ എന്താ? ഇഖ്റ ബിസ്മി റബ്ബിക്ക, നിൻ്റെ രക്ഷിതാവിൻ്റെ. ഇഖ്റ ബി ഇസ്മി റബ്ബിക്ക എന്ന്, ബിസ്മില്ല എന്നല്ല. ഇഖ്റ ബിസ്മി റബ്ബിക്ക, ബി ഇസ്മി റബ്ബിക്ക എന്ന് വെച്ചാൽ നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക, ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇഖ്റ എന്ന് വെച്ചാൽ വായിക്കുക, ആ ഖുർആൻ എന്ന് വെച്ചാൽ വായിക്കപ്പെടേണ്ടത് വായിക്കണം. അപ്പോൾ ഇത് മുസാഫാണ്. വാസ്തവത്തിൽ നമ്മൾ പറഞ്ഞു തരുന്നത് എന്താ? ഇപ്പോഴും പറയുന്നത് എന്താ? മോനെ മുസാഫ് താഴെ വെക്കലെന്നല്ല, അല്ല ഖുർആൻ താഴെ വെക്കലെന്നല്ല, മുസാഫ്. അപ്പോൾ ഇനി തൗറാത്ത് എന്താ, സബൂർ, തൗറാത്ത്, ഇഞ്ചീൽ, മുസാഫ് ഇതൊക്കെ വായിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ വാസ്തവത്തിൽ സബൂറുണ്ട്, തൗറാത്തുണ്ട്, ഇഞ്ചീലില്ല. അത് ഇപ്പോൾ ബൈബിളല്ലത്. ബൈബിൾ വായിക്കാനല്ല പറഞ്ഞത്. ഇതൊക്കെ ഇതിൽ തന്നെ ഉണ്ട്, ഈ മുസാഫിലുണ്ട്. അതായത് ആദം മുതൽ 24 പ്രവാചകന്മാരുണ്ടല്ലോ, ആദം മുതൽ
യൂസുഫ് നബി വരെയുള്ള 24 പ്രവാചകന്മാർ അവർക്ക് നൽകിയ സബൂർ അത് ഈ മുസാഫിലുണ്ട്. ഇനി അത് വികലമാക്കി അവർ വേറെ കിതാബുകൾ ഇതേപോലെ വൃത്തികേടുകൾ എഴുതി വെച്ചപ്പോൾ ജനങ്ങൾ അതിൻ്റെ പുറകെ പോകാൻ തുടങ്ങിയപ്പോൾ അതിനെ ശുദ്ധീകരിക്കാൻ സാംശീകരിക്കാൻ 2 പ്രവാചകന്മാരെ നിയോഗിച്ചാണ് ആര് മൂസ നബിയെ നിയോഗിച്ചപ്പോൾ എൻ്റെ ഒരു പകരക്കാരൻ ഒരു സഹായി തരണം എന്ന് പറഞ്ഞപ്പോൾ ഹാറൂനെ നൽകി. അങ്ങനെ 26 പ്രവാചകന്മാർ. ആ 26 പ്രവാചകന്മാർ എത്തിയപ്പോൾ അതൊക്കെ ഈ മുസാഫിലുണ്ട് കേട്ടോ. അങ്ങനെയാണ് തൗറാത്ത്, അതിനാണ് തൗറാത്ത് എന്ന് പറയുന്നത്. അതും വികലമാക്കി. അത് വികലമാക്കിയത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ അവരെന്ത് ചെയ്തു, യേശു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വൃത്തികേടുകൾ. അപ്പം അതിനെ സാംശീകരിക്കാൻ എന്താ അപ്പോസ്തലന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ കിതാബ് പറയുമ്പോൾ അതിനെ സംശീകരിക്കാൻ എന്ത് ചെയ്തു, ഈസയെ നിയോഗിക്കുക. അങ്ങനെ 27 പ്രവാചകന്മാർ ഇഞ്ചിയിൽ നൽകി. അത് വികലമാക്കി എന്താ ഈസയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നൊക്കെ പറയും. ഏതാണ് നമ്മളെ അതും സൂറത്ത് തൗബയിലുണ്ട് 30-ാമത്തെ വചനം. മനസ്സിലായോ? അതിൽ പറയണ്ട് വമാ കത്തലൂഹു എന്താ പറയുക, വകാലത്തിൽ യഹൂദി ഉസൈറൂനി ബിനുള്ള വകാലത്തിൽ നസാറൽ മസേഹ് ബിനുള്ള എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, മസേഹ് ബിനുള്ള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് ആ വൃത്തികേടുകൾ. എന്നിട്ട് എന്താ പറയുക, ഈസയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നും പറഞ്ഞു. വമാ കത്തലൂഹു വമാ സലബുഹു അലക്കിൻ സുബ്യഹലോന്ന് ആർക്ക് മുസാഫിലുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഈസയെ ഒരു ക്രൂശിച്ചിട്ട് കൊന്നിട്ടില്ല. പക്ഷെ അവർ എന്തിനാണ് യേശുവെ ക്രൂശിച്ച് കൊന്നു. മനസ്സിലായി? അപ്പോഴാണ് മുഹമ്മദ് റസൂലിനെ, അങ്ങനെ 28-ാമത്തെ പ്രവാചകനാണ് മുഹമ്മദ് റസൂൽ. അതാണ് ഖാത്തമുൻ നബി. ഖാത്തമുൻ നബിയാണ്, ഖാത്തമുൻ റസൂലല്ല, ഖാത്തമുൻ നബി. അതായത് പ്രവാചക ശൃംഖല അവസാനിപ്പിച്ച 28-ാമത്തെ പ്രവാചകൻ. അങ്ങനെ ആ 28 പ്രവാചകന്മാരെ പറ്റിയാണ് ഖുർആനിലുള്ളത്. അത് അറബി അക്ഷരമാലയാണ്. 28 അൽഫ് അക്ഷരമല്ല കേട്ടോ, അൽഫ് കുർസിയാണ്. ഇനി ബാ മുതലുള്ളത് ആണ് 28 അക്ഷരം. ആ 28 അക്ഷരത്തിന് ഒക്കുന്ന ഇതാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ അക്ഷരം, ഇനി നാമം, ഇനി വചനങ്ങൾ എന്ന് പറയും. വാക്കല്ല കേട്ടോ, വാക്കുകൾ. അപ്പോൾ അക്ഷരം, വാക്ക്, വചനം, ഇങ്ങനെയല്ലേ? അപ്പോൾ ഈ എന്താ പറയുക, ഈ അക്ഷരം എന്നുള്ള നിലക്ക് ബാ മുതൽ 26 അക്ഷരം. ഇനി അൽഫ് കുർസി, ഈ 29 അക്ഷരമല്ല, ഈ അൽഫ് ചേർത്ത 29ആയി. അറബിയിൽ 29 അക്ഷരമല്ല, 28. അതിൽ അൽഫ് പെടില്ല. അൽഫ് കുർസി എന്നാ പറയാം. മനസ്സിലായി? അതാണ് സ്റ്റാൻഡ്. നമ്മൾ ഒരു അതായത് ഇതിന് അൽഫിന് കുർസി എന്നും പറയും, അത് ഫൗണ്ടേഷൻ എന്നും പറയും. എന്ന് വെച്ചാൽ അടിത്തറ എന്നുള്ളത് നമ്മളെ കൈപ്പത്തി. അതിൻ്റെ ഉദാഹരണം നമ്മളെ കൈപ്പത്തി ഒന്ന് എണ്ണി നോക്കുക. അത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടാവും നോക്കിയാൽ. കൈപ്പത്തി, ഈ കൈപ്പത്തിയിലുള്ള വിരൽ, തള്ളവിരൽ 2, ഇനി മറ്റത് 3, 3, 6, 9, 12, ഇനി തള്ളവിരൽ 2 കൂടി 14, ഇടത്തെ കയ്യിലും 14, അങ്ങനെ 28. ഇതിനൊക്കെ അടിസ്ഥാനമുണ്ട്. ഇനി കൈപ്പത്തി, അൽഫ്, ഇതാണ് അതിൻ്റെത്. ഇനി അൽഫ് എന്നതിന് 1000 എന്നർത്ഥമുണ്ട്. അത് ഇടത്തെ കയ്യിലെ കൈപ്പത്തിക്കാണ് അൽഫ് എന്ന് പറയാം. അത് 3 കുത്തിട്ടിട്ട് ഒരു ഇതിട്ട് 1000. ഈ 3 കുത്തിനാണ് അൽഫ്. അതാണ് ഫഅല എന്ന് പറയാം. അപ്പം അക്കങ്ങൾക്കും അൽഫ് തന്നെയാണ്. അൽഫ് എന്ന് പറഞ്ഞാൽ അക്കങ്ങൾക്ക് ഉണ്ടല്ലോ, 1, 1, 2, 3 വെച്ചാൽ അങ്ങനെ. അതും നമ്മളിത് നോക്കിയാൽ കറക്റ്റ് അൽഫ് പോലല്ലേ. അത് അറബിയിൽ മാത്രമേ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അറബിയിൽ അക്ഷരത്തിൻ്റെ അൽഫ് ഉള്ള 1 ഒരു എന്താ പറയുക, അതേപോലെ തന്നെ 1000-ന് ഇടുന്ന 1. മനസ്സിലായി? 1 എന്നുള്ള കേൾക്കാം. വേറെ എല്ലായിടത്തും അക്കങ്ങൾക്ക് ഇത് ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ അക്ഷരത്തിൻ്റെ സ്റ്റാൻഡ് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കണക്കിനാണ്. അപ്പോൾ ഇയാൾ പറയുന്നതിൽ തെറ്റ്. ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോൾ നിന്നെ ഞാൻ ആരാധിക്കുക എന്നതിന് അർത്ഥമില്ല. വിധേയപ്പെടുന്നു, നിന്നെ വിധേയപ്പെടുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് സഹായം തേടുന്നു. അത് ശരിയാ. ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, സ്തഈൻ എന്ന് പറഞ്ഞാൽ സഹായം. ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ
സഹായം തേടുന്നു, ഞങ്ങൾ വിധേയപ്പെടുന്നു. ഇതാണ് അതിൻ്റെ ശരിക്കർത്ഥം. അപ്പം അതിനെ നമ്മൾ നിസ്കരിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട്, നിസ്കാരം അതൊക്കെ ആചാരാനുഷ്ഠാനങ്ങളാണ്. അത് വേണോ നിർബന്ധം, അത് വേണോ വേണ്ട എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ പവൈലുള്ളിൽ മുസല്ലി എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചവർക്ക് നാശം എന്ന് പറഞ്ഞാൽ അത് നിസ്കാരം, അത് ഷിയാക്കളുടെ നിസ്കാരം. ഷിയാക്കൾ പറയണ മറ്റുള്ളവരെ സുന്നിയുടെയും സെലഫിയുടെയും മറ്റെല്ലാ നിസ്കാരം ബാത്തിലാണ്. ഈ ഷിയാക്കളുടെ നിസ്കാരമാണ് കറക്റ്റ്. അത് തന്നെയല്ലേ സുന്നികളും പറയണത്. സുന്നി തന്നെ പല വിഭാഗമല്ലേ, ഇനി സെലഫികൾ തന്നെ അങ്ങനെ പല വിഭാഗക്കാരാണ്. ആരെ നമസ്കാരം ശരി? നമസ്കാരം അല്ല വാസ്തവത്തിൽ. അങ്ങനെയാണ് ഫവൈലിൽ മുസല്ലിൻ ഇവർ തർക്കല്ലേ. നമ്മളെ നിസ്കാരം വെച്ച് ബാക്കിയൊക്കെ. അപ്പോൾ ഇങ്ങനെ കൂലിക്ക് നിസ്കരിക്കുന്ന അവർ ഇബാദത്ത് എന്താണെന്ന് അറിയൽ നിർബന്ധമല്ല. നിർബന്ധം മുസ്ലിങ്ങൾക്കാണ് പറയുന്നത്. മുസ്ലിങ്ങൾക്ക് ഇത് അറിയാന്ന് എന്താന്ന്, പക്ഷേ ഈ ഷിയാക്കൾക്ക് സുന്നികൾക്ക് ഇവർക്ക് അറിയില്ല. അപ്പം എങ്ങനെയാണ് പ്രബോധനം ആരെയും നടത്തേണ്ടത്? സുന്നികൾക്ക് ഷിയാക്കൾക്ക് പ്രബോധനം നടത്താൻ പറ്റുമോ? ഇല്ല. ഇനി സുന്നികൾക്ക് പറ്റും. മുസ്ലിങ്ങൾക്ക് അതായത് മുസ്ലിം ആയിക്കൊണ്ട് ഒരാൾക്കും പ്രബോധനം നടത്താൻ പറ്റില്ല. ഷിയാക്കൾ പറയും നീ മുസ്ലിം അല്ല പറയും. കാരണം ഷിയ ആയാലും മുസ്ലിം ആവുള്ളൂ പറയും. ഇനി സുന്നികളോട് നീ മുസ്ലിം അല്ല, നീ സുന്നി അല്ലല്ലോ. ഇങ്ങനെ ഓരോ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവരെ ബോധവൽക്കരണം നടത്താൻ പറ്റില്ല. പിന്നെ പള്ളിയിലച്ചന്മാരെ ബോധവൽക്കരണം നടത്താൻ പറ്റുമോ? സ്വാമിമാരെ പറ്റുമോ? പറ്റില്ല. അതിന് മുസ്ലിങ്ങൾക്ക് ഇത് ഒന്നും അറിയില്ല എന്നുള്ളവർക്ക് മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കുകയാണ് വാസ്തവത്തിൽ ആര് ചെയ്യുന്നത്? ഓരോ പുരോഹിതനും ചെയ്യുന്നത്, എല്ലാ പണ്ഡിതന്മാരും. ഇനി അയാൾ പറഞ്ഞത് 51 സൂറത്തിലത്തെ കാര്യമാണ് പറഞ്ഞത്. 51 കാര്യം എന്താ പറയണത്? 51 56 വചനം. 56 വചനം പറയണത് എന്താ വെച്ചാൽ, വാസ്തവത്തിൽ ജിന്നുകളിലും മനുഷ്യരിലും ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന്. വാസ്തവത്തിൽ അത് തെറ്റാണ്. കാരണം അതിൽ കൊടുത്തുള്ള വാക്കുകൾ വമ ഹലക്കത്തുൽ ജിന്നി വൽ ഇൻസ ഇല്ല ലിയാബുദൂനി എന്ന് വെച്ചാൽ എനിക്ക് വിധേയപ്പെടാൻ അല്ലാതെ മനുഷ്യരെയും, ജിന്ന് എന്ന വാക്കിൻ്റെ അർത്ഥം മറഞ്ഞിരിക്കുന്നവരെന്നാണ്. അപ്പം മനുഷ്യരെയും ആ മറഞ്ഞിരിക്കുന്നവരെയും ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് വിധേയപ്പെടാനല്ലാതെ അല്ല അവരെ സൃഷ്ടിച്ചത് എന്നാണ് പറയുന്നത്. അതിനിവിടെ അർത്ഥം കൊടുത്തിട്ടുള്ളത് എന്താ? ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ അത് വാക്കർത്ഥം തന്നെ തെറ്റാണ്. ഇനി അടുത്തത്, അവൻ അവരിൽ നിന്ന് ഉപജീവനമൊന്നും ആഗ്രഹിക്കുന്നില്ല, അവർ എനിക്ക് ഭക്ഷണം നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, മാ ഉരീദു മിൻഹും മിൻ റസിക്കും വമാ ഉരീദു അൻ യുത്ഇമൂനി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഞാൻ അവരിൽ നിന്ന് അന്നം ആഗ്രഹിക്കുന്നില്ല. അവരിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് അന്നം ദൈവത്തിന് എന്തിനാ അന്നം? അപ്പം ഞാൻ അവരിൽ നിന്ന് അന്നം ആഗ്രഹിക്കുന്നില്ല, അവർ എനിക്ക് അന്നം നൽകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ എക്സാമ്പിൾ, ഇപ്പം ഈ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇവർക്ക് മനുഷ്യരാണോ അന്നം കൊടുക്കുന്നത്? ഇവർക്ക് ആർക്കും ഭൂമിക്ക് അന്നത്തിൻ്റെ ആവശ്യമുണ്ട്? ഭൂമി, നക്ഷത്രം, അതേപോലെ ചന്ദ്രൻ, സൂര്യൻ, അതേപോലെ നക്ഷത്രം, ഇതൊക്കെ അന്നം കഴിച്ചിട്ടാണോ വളരുന്നത്? അല്ല. അപ്പം ദൈവം അതിനും മേലല്ലേ. ദൈവത്തിന് എന്തിനാ അന്നം? ദൈവം ഒരു വസ്തുതയാണ്, വസ്തുവല്ലല്ലോ. അതായത് മനുഷ്യർക്കല്ലേ മനുഷ്യൻ എന്നത് എന്താ? മനസ്സും കൂടി ചേരുമ്പോഴാണ് ഹയാത്ത്, ജീവനുള്ള അതിനല്ലേ മനുഷ്യൻ എന്ന് പറയാം. അപ്പോൾ ആത്മാവും ശരീരവും ചേരുമ്പോഴാണ് മനുഷ്യനാവുന്നല്ല. ഇല്ലെങ്കിൽ അത് മയ്യത്താണ്. മയ്യത്തിന് എന്തിനാ അന്നം? അപ്പോൾ ഒരു ജീവജാലങ്ങൾക്കല്ലേ ഈ അന്നത്തിൻ്റെ ആവശ്യമുള്ളൂ. ദൈവം എന്താണ്? നിത്യജീവനാണ്. മനസ്സിലായ? ഇത് വാസ്തവത്തിൽ എന്താ പറയുക, ഇവർ ഈ മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കുന്ന അതിൽ നിന്ന് മാറിക്കൊണ്ട് വാസ്തവത്തിൽ സ്വയം തിരിച്ചറിയാം. അതിപ്പോൾ എന്നെയും നിങ്ങളെയും ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് പുരോഹിതർക്ക് ഇത് അറിയേണ്ട നിർബന്ധമില്ല എന്നും പറഞ്ഞു. ഇനി രണ്ടാമത്തെ പോയിന്റ് വെച്ചത് 2 സൂറത്തുൽ ബഖറയിൽ
സൂറത്തുൽ ബഖറ 2:21 മൂപ്പര് അർത്ഥം വെച്ചത്. ആ അർത്ഥം അതും തെറ്റാണ്. അതായത് ജനങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുകയും നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി എത്ര അത് എന്നല്ലേ കൊടുത്തില്ല. അതും തെറ്റാണ്. ആരാധന എന്നൊരു അർത്ഥം അവിടെ ഇല്ല. അവിടെ യാ അയ്യുഹന്നാസ് യാ അയ്യുഹന്നാസ് അബ്ദു റബ്ബുക്കും ലദി ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറയുമ്പോൾ തന്നെ ദോഷബാധ തക്കുവ എന്ന് പറയില്ലേ, നിഷ്കളങ്കരായിക്കൊണ്ട് എന്നാണ്. ഇതാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ മനുഷ്യരെ എന്നാണ്. യാ അയ്യുഹ, ഓ സമൂഹമേ, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യ സമൂഹമേ എന്നാണ്. അപ്പോൾ ഓ മനുഷ്യ സമൂഹമേ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ വിധേയപ്പെടുവിൻ. നിങ്ങൾ വിധേയപ്പെടുവിൻ. എങ്ങനെ? നിങ്ങൾ നിഷ്കളങ്കരായിക്കൊണ്ട്, ഒരു ദുരുദ്ദേശമല്ലാതെ നിഷ്കളങ്കരായിക്കൊണ്ട് നിങ്ങൾ വിധേയപ്പെടുക. ആരാണ് വിധേയപ്പെടേണ്ടത്? നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ വിധേയപ്പെടുക. നാഥനാണ് വിധേയപ്പെടേണ്ടത്. ആരാണ് നിങ്ങളെ രക്ഷകനാരാ? അതിനാണ് വിധേയപ്പെടേണ്ടത്. അതും നിഷ്കളങ്കരായിക്കൊണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത വചനം 3:83. 3:83 ഉള്ള വചനം. 3:83 എന്താണ് 3:83 പറയണത്? എന്താണ്? അപ്പോൾ അള്ളാഹുവിൻ്റെ മതമല്ലാത്ത മറ്റു വല്ല മതവുമാണോ അവരാഗ്രഹിക്കുന്നത്? ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെല്ലാം അനുസരണയോടെയോ നിർബന്ധമായോ അവന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. അവനിലേക്ക് തന്നെയാണ് അവർ മടക്കപ്പെടുന്നതും. ഇത് വാക്യാന്തരം മനസ്സിലാകാൻ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അള്ളാഹുവിൻ്റെ മതമല്ലാത്ത ഏത് അള്ളാഹുവിൻ്റെ മതം? എന്തീ പറയുന്നത്? അങ്ങനെ ഒരു അതല്ല ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അപകൈറ ദീനില്ലാഹിയാണ്. അപകൈറ ദീനില്ലാഹി എന്ന് വെച്ചാൽ ദീൻ എന്ന് വെച്ചാൽ വ്യവസ്ഥിതി എന്ന അർത്ഥം. ഇപ്പം ഷംസുദ്ദീൻ, എൻ്റെ പേര് ഷംസുദ്ദീനാണ് എന്ന് വെച്ചാൽ ഷംസുവിൻ്റെ മതം എന്നാ അല്ലല്ലോ, സൂര്യ വ്യവസ്ഥിതി എന്നാണ് അതിനർത്ഥം. ഈ നൂറുദ്ദീൻ, കമറുദ്ദീൻ, ദീൻ എന്ന വാക്കിൻ്റെ അർത്ഥം വ്യവസ്ഥിതി എന്നാണ്. അപകൈറ ദീനില്ലാഹി, ലാഹിയാണ്, അള്ളാന്നല്ല, ദീനില്ലാഹി, ദൈവിക വ്യവസ്ഥിതി എന്നാണ് അർത്ഥം. അപ്പോൾ ദൈവിക വ്യവസ്ഥിതി അല്ലാത്തതിനെ, ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ശരിക്കും ഇതിൻ്റെ അർത്ഥം എന്ന് പറയണത്, അപ്പോൾ ദൈവിക വ്യവസ്ഥിതി അല്ലാത്ത മറ്റു വല്ലതുമാണോ അവരാഗ്രഹിക്കുന്നത്? ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെല്ലാം അനുസരണയോടെയോ നിർബന്ധമായോ അവന് വിധേയപ്പെടുകയാണ്. അവനിലേക്ക് തന്നെയാണ് അവർ മടക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് ഈ അവനിലേക്ക് മടക്കപ്പെടുക എന്ന് പറയുന്നത്? എന്താണെന്നറിയാമോ? ആത്മാവ്, നമ്മളുടെ ആത്മാവ്, ഇപ്പം ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യനാകുന്നത് ആത്മാവും ശരീരം കൂടി ചേരുമ്പോഴാണ്. ഇനിയും നിങ്ങളെ ശരീരം അങ്ങോട്ടല്ല പോകുക, ശരീരം കബറിൽ പോകുന്നു. അതിപ്പോൾ ആന ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ മാംസം, മീൻ്റെ മാംസം, ആ മാംസം അവനിലേക്കല്ലല്ലോ പോകുന്നത്. മാംസം നമ്മൾ ഭക്ഷിക്കുന്നു എങ്കിലും ആ മീനെവിടെ? ഇനി പറവ എന്താ? ഇപ്പോൾ കോഴിയെല്ലാം നമ്മൾ തിന്നുന്നത് കോഴിയുടെ മാംസം, പശുവിനല്ല തിന്നുന്ന പശുവിൻ്റെ മാംസം. എങ്കിൽ പശു എവിടെക്കാ പോവുക? പശു എന്നൊരു സംഗതി ഇല്ല, അതിൻ്റെ സത്ത് ആ ആത്മാവാണ്. ആത്മാവ് ദൈവികമാണ്. ആ ആത്മാവ് തിരിച്ച് അവനിലേക്ക് വരിക. ഇതാണ് അതിൻ്റെ ആ കൺസെപ്റ്റ്. പക്ഷെ അത് ഇവർക്കത് മനസ്സിലാവാണ്ടാണോ എന്താ അവർക്ക് പറയാൻ അറിയാണ്ടാണോ? ഇനിയുള്ളത് 13-15 കാര്യമാണ് അയാൾ പറഞ്ഞത്. 13-15 കാര്യം അത് അയാൾ പറഞ്ഞത് 13-15 ഇതെന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനാണ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെല്ലാം പ്രണാമം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
സ്വമനസ്സയോടെയും നിർബന്ധമായിട്ടും പ്രഭാതങ്ങളിലും സായാഹ്നങ്ങളിലും അവരുടെ നിഴലുകളും അവന് പ്രമാണം ചെയ്യുന്നു. എന്തത് മനസ്സിലാവുക? മലയാളത്തിൽ അള്ളാഹുവിനാണ് ആകാശം. ഏത് അള്ളാന്ന് വെച്ചാൽ എന്താന്ന് പോലും അറിയാത്ത ഒരു മലയാളിയോട് ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകറഅൻ വദിലാലുഹും ബിൽ ഉദുവി വൽ ആസൽ. ഇത് വാസ്തവത്തിൽ പറയുന്നത് ഈ ദൈവത്തിനാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരെല്ലാം വിധേയപ്പെടുന്നത്. സ്വമനസ്സോടെയും നിർബന്ധിതമായിട്ടും പ്രഭാതങ്ങളിലും സായാഹ്നങ്ങളിലും അവർ നിഴൽ പോലെ എന്നാണ് വാസ്തവത്തിൽ. അല്ലാണ്ട് അവരുടെ നിഴൽ എന്നല്ല, നിഴൽ പോലെ നമ്മൾ എൻ്റെ കൂടെ, അതായത് എൻ്റെ നിഴൽ പോലെ നിങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇതേപോലെ ദൈവത്തിൻ്റെ കൂടെ നിഴൽ പോലെ ആര്? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം നിഴൽ പോലെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇനി വാസ്തവത്തിൽ ഈ നിർബന്ധമായി എന്ന് പറയുന്നത് എന്താ? അപ്പോൾ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ഇതിൻ്റെ നിഴലെവിടെ? ഇത് നിർബന്ധമായും അവർക്ക് വ്യതിചലിക്കാൻ പറ്റില്ല. സൂര്യനും ഒന്നും വ്യതിചലിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് മറ്റത് അനുസരണയോട് കൂടിയാണ്. ഏത്? പറവ, മറ്റ് സംഗതിയൊക്കെ. അപ്പം ഇതാണ് അവിടെ പറഞ്ഞത്. ഇനി അടുത്തത് 13 കഴിഞ്ഞിട്ട് പിന്നെ 90-ലെ 6-ാമത്തെ വചനം പറഞ്ഞ്, ആ വചനം പറഞ്ഞ എന്താണെന്ന് വിചാരിച്ചാൽ എന്താണ്? അലം നജ് അല്ലഹു ഐനൈൻ വലിസാനം വശഫത്തൈൻ എന്ന് പറഞ്ഞില്ലേ? അലം നജ് അല്ലഹു ഐനൈൻ, നിങ്ങൾക്ക് 2 കണ്ണുകൾ നൽകി. അത് ശരിയാണല്ലേ? കണ്ണുകൾ, എല്ലാത്തിനും 2 കണ്ണുണ്ട്. ഇനി വലിസാനം വശഫത്തൈൻ, ഒരു നാവ് 2 ചുണ്ടുകൾ നൽകി. ഇനി വാസ്തവത്തിൽ ഈ നാവ് കൊണ്ടല്ലേ വാസ്തവത്തിൽ എന്താ പറയാ, ഈ സുന്നി സലഫി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ഈ നാവ് കൊണ്ട് തന്നെയല്ലേ ഇവർക്ക് വിവരമില്ലാട്ടാണ് പറഞ്ഞുണ്ടാക്കുന്നത്. പിന്നെ അള്ളാഹു അല്ല എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു എന്നാ അവരും പറയാം. എന്നെയും നിങ്ങളെയും ഉപദേശിക്കുന്നു. അപ്പൊ ഇത് പണ്ഡിതർക്ക് ഇതിൻ്റെ നിർബന്ധമല്ല, മുസ്ലിങ്ങൾക്കാണ് നിർബന്ധം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഇത് അറിയാം. പക്ഷെ മുസ്ലിങ്ങൾ ഇത് പറഞ്ഞാൽ ആരാ അംഗീകരിക്കാം? മനസ്സിലായിട്ട് ആരും ഈ ആരാധന, അള്ളാഹുവിനെ ആരാധിക്കണം എന്നറിയാം. അപ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ദൈവം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ദൈവം. അപ്പോൾ എല്ലാവരും ആരാധിക്കുന്നില്ലേ? എൻ്റെ ക്രിസ്ത്യാനികൾ എന്താ ആരാധിക്കുന്നില്ലേ? ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നുണ്ട്. ഇനി എന്താ പറയുക, നമ്മളുടെ എന്താ പറയുക, ജൂതന്മാർ ആരാധിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നുണ്ട്. ഹിന്ദുക്കൾ ഇല്ലാത്ത സംഗതിയാണ്. ഇനി പല ജാതികളാണ്. അവർ അമ്പലത്തിൽ അവരൊക്കെ ആരാധിക്കുന്നതല്ല. ഈ ആരാധിക്കാത്തവരാരാണ്? ആരാധിക്കാത്തവർ വാസ്തവത്തിൽ നാസ്തികരാണ് ആരാധിക്കാത്തവർ. ബാക്കി എല്ലാവരും വാസ്തവത്തിൽ ആരാധിക്കുന്നവർ തന്നെയാണ്. ഇനി വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സൂറത്ത് ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ വിവരിച്ചു തരാം. എന്താ പറയുക, 22-ാമത്തെ ഒരു ഇതുണ്ട്. 22-ാമത്തെ സൂറത്ത് ഹജ്ജിൽ 40-ാമത്തെ ഒരു വചനം വിവരിച്ചിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കുക ഞങ്ങൾ. 22-ാമത്തെയാണ് 22-ാമത്തെ വചനം. അതും തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടാകുക. എന്നാലും കുറച്ചൊക്കെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കാം. സൂറത്ത് ഹജ്ജ് അതിൽ 40-ാമത്തെ വചനമാണ്. 40-ാമത്തെ വചനം, അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ് വലൗലാ ദഫഉല്ലാഹി الناس ബഅദഹും ഇലാ ബഅദിൻ ഹുദ്ദിമത് സവാമിഉ വബിയഉ വസലവാതു വമസാജിദു യുദ്കുറു ഫീ അസ്മല്ലാഹി കസീറൻ വലയൻസുറുന്നല്ലാഹ മൻ യൻസുറുഹു ഇന്നല്ലാഹ ലഖബിയും അസീസ് എന്ന് കാണാം. ഇതിൽ അർത്ഥം വെച്ചിട്ടുള്ളത് നോക്കിയിട്ട് എന്തെന്നാ, യാതൊരു ന്യായവും കൂടാതെ ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണ് എന്ന് പറയുന്നതിൻ്റെ പേരിൽ മാത്രം തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരത്രേ അവർ.
മനുഷ്യരിൽ ചിലരെ മറ്റു മനുഷ്യരെ കൊണ്ട് അള്ളാഹു തടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ പല സന്യാസി മഠങ്ങളും ക്രിസ്ത്യ ദേവാലയങ്ങളും യഹൂദ ദേവാലയങ്ങളും അള്ളാഹുവിൻ്റെ നാമം ധാരാളമായി പ്രകീർത്തിക്കപ്പെടുന്ന മുസ്ലിം പള്ളികളും തകർക്കപ്പെടുമായിരുന്നു. തന്നെ സഹായിക്കുന്നവരാരോ അവനെ തീർച്ചയായും അള്ളാഹു സഹായിക്കും. തീർച്ചയായും അള്ളാഹു ശക്തനും പ്രതാപിയും തന്നെയാകുന്നു എന്ന് കാണാം. വാസ്തവത്തിൽ ആ അർത്ഥങ്ങൾ കംപ്ലീറ്റ് തെറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു സൂചന നൽകാം. ഇപ്പോൾ ഇതൊക്കെ തെറ്റാണെന്നാണ് ഇവർ പറയുന്നത്. ഏത് ഈ സുന്നികളുടെ നിസ്കാരം തെറ്റാന്ന് ഷിയാക്കളെ ഇത് തെറ്റാന്ന് സുന്നികൾ സെലഫി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഇവർ മസ്ജിദിനെ തകർക്കുകയാണ് ചെയ്യുന്നത്. എവിടെ? ഈ പാലസ്തീനിൽ. ഇവിടെയൊക്കെയാണെന്ന് വെച്ചാൽ സുന്നി പള്ളി ഷിയാക്കൾ തകർക്കും, ഷിയാ പള്ളി സുന്നികൾ തകർക്കും. ഇങ്ങനെ തകർക്കൽ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എന്താ തകർത്താന്ന് വെച്ചിട്ട് ഇവിടെ ബാബരി മസ്ജിദും തകർത്തു. അപ്പോൾ ഈ ബാബരി മസ്ജിദ് തകർത്തുകൊണ്ടല്ല പ്രശ്നം, മറിച്ച് ആ ബാബരി മസ്ജിദ് തകർത്തിട്ട് എന്നിട്ട് എന്താ പറയുക, അരിയും തിന്ന് ആശാരിച്ചിനെയും കടിച്ച് എന്നിട്ടും നായക്ക് മുറുമുറുക്ക് എന്ന് പറഞ്ഞ പോലെ ആ മസ്ജിദ് തകർത്തിട്ട് എന്നിട്ട് അവർ കൊന്നത് മുസ്ലിങ്ങളെയാണ്. അതെന്തിനാ കൊന്നത്? അത് ഹിന്ദുക്കളെ ട്രെയിനിലിട്ട് കത്തിച്ചെന്നും പറഞ്ഞിട്ട്. ഹിന്ദുക്കൾ ഇല്ലല്ലോ അവിടെ, ഇല്ലാത്ത ഹിന്ദുക്കളെ അത് ബാബു എന്താ പറയുക ബജ്രംഗ് ദളിതരെയാണ് വാസ്തവത്തിൽ ട്രെയിനിലിട്ടിട്ട് കത്തിച്ചത്. അത് അവരെന്നെ കത്തിച്ച് ദളിതർ തന്നെ കത്തിച്ചു. എന്നിട്ട് ആ കുറ്റം മുസ്ലിങ്ങളെ ഇതിൽ കിട്ടിട്ട് മുസ്ലിങ്ങളെ കൊന്ന്. അതാണ്. അതായത് അത് ആ ബാബരി മസ്ജിദ് ഇതേപോലെ തന്നെ മണിപ്പൂർ ക്രൈസ്തവ ദേവാലയം മറ്റ് ക്ഷേത്രങ്ങളൊക്കെ തകർത്തു അല്ലേ? എന്നിട്ട് അതൊക്കെ എന്തിനാണ്? ഇതൊക്കെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനാണ്. അല്ലാണ്ട് ഇവർക്കൊന്നും ഭക്തി ഉണ്ടായിട്ടല്ല. ഇവർ രാമൻ എന്താ? രാമൻ ആരാ? ദൈവം? രാമൻ ദൈവമല്ലല്ലോ. അത് അവർ ആരാധിക്കുക. അതൊന്നും അത് അവർ ആരാധിക്കുന്നു. രാമൻ ആരാധിക്കുന്നു, ശിവൻ ആരാധിക്കുന്നു, കൃഷ്ണൻ ആരാധിക്കുന്നു, ഇങ്ങനെ പല ഇതിനും ആരാധിക്കുന്നു. അത് അവരെ ആരാധിച്ചോട്ടെ. പക്ഷെ അത് തകർക്കുക. ഇപ്പോൾ യു എയിലൊക്കെ ക്ഷേത്രം ഉണ്ടല്ലോ, ചർച്ചുണ്ട്. അറബികൾ പോലും ഉണ്ടാക്കി കൊടുക്കുന്നത്. അതെന്താ? അത് തെറ്റാണെങ്കിൽ അവരുണ്ടാക്കി കൊടുക്കുക അവിടെ. അത് ആരാധന അതല്ല വിഷയം. വിഷയം എന്താ വെച്ചാൽ ഇതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പുകാർ നടത്തുന്ന അക്രമം. ഇതിൽ അർത്ഥം ശരിക്ക് എന്താണെന്നറിയാം. ഈ അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ല അൻ യഖൂല റബ്ബുനല്ലാഹ് എന്ന് വെച്ചാൽ യാതൊരു ന്യായവും കൂടാതെ ഞങ്ങളുടെ രക്ഷിതാവ് ദൈവമാണ് എന്ന് പറയുന്നതിൻ്റെ പേരിൽ മാത്രം തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരത്രേ അവർ. അതിപ്പോൾ പാലസ്തീനികൾ അവരുടെ രക്ഷിതാവ് ദൈവമാണ് എന്ന് പറഞ്ഞപ്പോൾ പാലസ്തീനികൾ എൻ്റെ രക്ഷിതാവാണ് ഈ ദൈവമാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവരെ പുറത്താക്കുക. ജൂതന്മാരൊക്കെ വന്നിട്ട് ആക്രമിക്കുകയാണ്. ജൂതന്മാരുടെ പുറകിൽ നിന്ന് ജൂതപ്പട പുറകിൽ നിന്നിട്ട് കുരിശുപട ഒക്കെ കൂടിയിട്ട് അവരെ നാട്ടിൽ നിന്ന് പുറന്നല്ല. കാരണം അവരുടെ ദൈവരക്ഷകനല്ലേ. പിന്നെ നീ എന്തിനാ പടക്കണ്? നിങ്ങളെ ദൈവം അള്ളാന്ന് പറയുമ്പോഴാണ് ദൈവം, അവരുടെ രക്ഷകൻ ദൈവമാണെന്ന് പറഞ്ഞാലും ശരിയല്ല. ഈ യഹോവയാണ് ആരോ. ഈ യഹോവ ആരാ? യേശുവിൻ്റെ അപ്പനാ. യേശുവിൻ്റെ അപ്പനാണ് രക്ഷകൻ. അപ്പോൾ യാതൊരു ന്യായവും കൂടാതെ ഞങ്ങളുടെ രക്ഷിതാവ് ദൈവമാണ് എന്ന് പറയുന്നതിൻ്റെ പേരിൽ മാത്രം തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അപ്പോൾ അവർ പുറത്താക്കപ്പെടുന്ന അവരുടെ രക്ഷകൻ ദൈവമാണെന്നുള്ള ഇത് അവർക്കുണ്ട്. അപ്പോൾ പാലസ്തീനികൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്നിട്ട് പറയുന്നതെന്ന് വെച്ചാൽ അവർ മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് ദൈവം തടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ പല സന്യാസി മഠങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങളും യഹൂദ ദേവാലയങ്ങളും ദൈവിക നാമം ധാരാളമായി പ്രകീർത്തിക്കപ്പെടുന്ന ദേവാലയങ്ങളും. മനസ്സിലായി? മുസ്ലിം പള്ളികളും തന്നെ അങ്ങനെ തന്നെ അർത്ഥം വെക്കുന്ന തൽക്കാലം മുസ്ലിം ദേവാലയങ്ങളും തകർക്കപ്പെടുമായിരുന്നു. തന്നെ സഹായിക്കുന്നവരാരോ അവനെ തീർച്ചയായും ദൈവം സഹായിക്കും. തീർച്ചയായും ദൈവം ശക്തനും പ്രതാപിയും തന്നെയാകുന്നു. അപ്പോൾ ദൈവം എങ്ങനെ സഹായിക്കാം? ഇപ്പോൾ പാലസ്തീനികളെ ഇവർ വന്നിട്ട് കൊല്ലുന്നു, ദൈവം സഹായിക്കല്ല എന്നല്ല തോന്നുന്നത്. പക്ഷെ ദൈവം തന്നെ സഹായിക്കുന്നത്. കാരണം വെച്ചാൽ അവർ ധീരന്മാരായിട്ട് നിൽക്കുന്നു. ഇനി അവരുടെ മയ്യത്തല്ല ഇവിടെ ഉണ്ടാവുള്ളൂ. അവർ എവിടേക്കാ തിരിച്ചു പോവുക? അതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ദൈവം അവർക്ക് ഇവിടെ ജീവിക്കാൻ അവസരം കൊടുത്ത് ദൈവത്തിന് വേണ്ടി നിലകൊള്ളാം. മനസ്സിലായോ? ദൈവത്തിന്. അതായത് നമ്മളൊരു വാചകം പറയലോ, എന്തെന്നാണ് ആ വാചകത്തിൻ്റെ പറയും?
ഫീ സബീലില്ല എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ അർത്ഥം ഉണ്ട്, അത് വാക്കുണ്ട്, ഓർമ്മ വരില്ല. എന്താണ് അർത്ഥം കിട്ടുന്നില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. സബീലില്ല എന്ന് വെച്ചാൽ എന്താണ്? സജദ. സജദ ഫീ സബീലില്ല എന്ന് കേൾക്കാം. എന്താ ഈ സജദ ഫീ സബീലില്ല? ഇനി വേറെയും കാണാം ജഹദ ഫീ സബീലില്ല എന്ന് കാണാം. ജഹദ. എന്താ ഈ ജഹദ ഫീ സബീലില്ല? ദൈവിക മാർഗത്തിൽ സമരം ചെയ്യാന്നാണ്. അവരാണ് മുജാഹിദ് എന്നൊക്കെ പറയുന്നത്. അല്ലാണ്ട് ഈ മുജാഹിദല്ല, ദൈവിക മാർഗത്തിൽ സമരം ചെയ്യുന്നവർ. അതാണ് എന്താണ് മറ്റേ ജഹദ ഫീ സബീലില്ല. ഇനി എന്താ സുജൂദ് എന്ന അർത്ഥത്തിലുണ്ട്. ദൈവിക മാർഗത്തിൽ ദൈവത്തിന് വിധേയപ്പെടുക, ദൈവിക മാർഗം, അതാണ് സബീലില്ല എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ വിവരം പറഞ്ഞുതരാം. ഇത് വ്യക്തമായോ എന്ന്. കാരണം ഇവിടെ ഇബാദത്ത് സമം ആരാധന ഇങ്ങനെ പഠിപ്പിച്ചതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇയാളും ഈ ബാധത്തിന് തന്നെയാണ് അർത്ഥം വെക്കുന്നത്. അല്ല, ഈ ബാധത്തിന് ആരാധന എന്ന അർത്ഥം വെക്കുന്നത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വിധേയപ്പെടുക എന്നാണ്. മനസ്സിലായി? ഇനി സജദ ഫീ സബീലില്ല, അതുപോലെ തന്നെ വസ്തുതു വറുക്കു എന്ന് പറയുമ്പോൾ സുജൂദ് എന്ന് പറഞ്ഞാൽ അനുസരണമാണ്. സുജൂദ് അനുസരണ. അല്ലെങ്കിൽ എന്താ വണങ്ങുക. അല്ല, വണങ്ങുക എന്ന് പറഞ്ഞാൽ റുക്കു എന്നാണ്. വണങ്ങുക, റുക്കു. വഴങ്ങുക എന്ന അർത്ഥമുണ്ട്. വഴങ്ങുക എന്ന് പറയുമ്പോൾ അനുസരിക്കുക, വണങ്ങുക. അപ്പോൾ വഴങ്ങുക എന്നത് വാസ്തവത്തിൽ അനുസരണ എന്ന അർത്ഥത്തിലാണ്. ഈ അനുസരണയാണ് വേണ്ടത്. അതിന് സുജൂദ് എന്ന് പറഞ്ഞാൽ പള്ളി പോയിട്ട് ഇങ്ങനെ കുമ്പിട്ട് ഇതാക്കി അങ്ങനെ ആക്കിയോണ്ട് ഇതുണ്ട് എന്നല്ല. പക്ഷെ ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ്. വാസ്തവത്തിൽ ഭൂമിയിലുള്ളതല്ല. അതായത് ഇപ്പോൾ നമ്മളെ സൂറത്ത് ഇതുണ്ടല്ലോ, 54-ാമത്തെ അധ്യായം 55-ാമത്തെ അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമൽ ബയാൻ. ഇനി അതിൽ വശംസു വൽ ഖമറു ബി ഹുസ്ബാൻ വന്നജമു വശജറു യസ്തുദാനുണ്ട്. വന്നജമു വശജറു യസ്തുദാൻ എന്ന് വെച്ചാൽ മരങ്ങളും പുൽച്ചെടികളും സുജൂദി ഉണ്ടെന്ന് അല്ല, മരങ്ങളും പുൽച്ചെടികളും എന്ത് ചെയ്യുന്നുണ്ട്? വിധേയപ്പെടുന്നുണ്ട് എന്നാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ വിധേയപ്പെടല്ല, ശരിക്കും വഴങ്ങുന്നു എന്നുള്ള. വഴങ്ങുന്നുണ്ട്. വണങ്ങൽ. അവർക്ക് റുക്കുവില്ല, സുജൂദുണ്ട്. എന്താ ഈ റുക്കു അവർക്കില്ലാത്ത? അതായത് ശ്രദ്ധിച്ച് അനുസരിക്കുക എന്നുള്ള. അതായത് വണങ്ങുക എന്ന് പറയില്ലേ, അവർക്ക് വണങ്ങണ്ട, അവർ ശരിക്കും വഴങ്ങുന്നുണ്ട്. ഈ അർത്ഥത്തിലാണ് വന്നജമു വശജറു യസ്തുദാൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കി. എന്തെങ്കിലും ഈ പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, എന്തായാലും സലാം.